ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് സൺഡേ ആണ്. നമ്മുടെ ഒരു സൺഡേ എങ്ങനെയൊക്കെയാണെന്നൊന്ന് കണ്ടാലോ. അച്ഛനും മോളും നല്ല ഉറക്കത്തില. അമ്മ കിച്ചണിലുണ്ട്, പുലാവ് ഉണ്ടാക്കുക. നമുക്ക് പോയി കണ്ടാലോ. പുലാവിനുള്ള മസാലയൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അരി ഇവിടെ കഴുകി വെള്ളത്തിലിട്ടിട്ട് മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കൂടെ ചിക്കൻ കറി ഒന്നുമില്ല, മുട്ടയാണ്. കുക്കറിൽ മുട്ട വെന്തിരിപ്പുണ്ട്. പപ്പായും മോളും ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് സിറ്റ് ഔട്ടിലോട്ട് വന്ന് നിന്ന് ഭയങ്കര സ്നേഹപ്രകടനങ്ങളാണ്. പപ്പച്ചി ചുന്നാരിയാക്ക്. ഈ വെക്കുന്നില്ലേ? എന്നാ ഈ വെക്ക് പോയി. എന്തുവാ അവിടെ? എന്തുവാ രണ്ടും കൂടെ നോക്കുന്നേ? മരത്തിലെന്താ? മരത്തിൻ്റെ മലയെണ്ണം ചാടി ചാടി നടക്കുന്നു. അതാണോ അപ്പനും മോളും കൂടെ നോക്കുന്നേ? കണ്ടോ? എൻ്റെ ഫോണിന് പിന്നെ നല്ല ക്ലാരിറ്റി ആയതുകൊണ്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ലോ അല്ലേ? കുഞ്ഞിനെ നോക്കുന്നു. കണ്ടു പൊന്നു? എണ്ണായാന്നോടാ? വലിയ എണ്ണായാന്നോ? നമ്മുടെ കൃഷിക്കകത്ത് പന്നി കയറിയ ലക്ഷണമുണ്ട്. 2 കപ്പയൊക്കെ പോയി കിടക്കുന്നത് കാണാം. 3 കൂടെ ആ പന്നി കയറിയ സ്ഥലം ഒന്ന് നോക്കാൻ പോവാ. ദോ അവിടായിട്ട് 2 കപ്പയൊക്കെ പിഴുതിട്ടിട്ടുണ്ട്. ഇവർ പോയിട്ട് വരട്ടെ. ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ ഇങ്ങനെയാ. നമ്മൾ രാത്രി സമാധാനത്തോടെ കിടന്നുറങ്ങും. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് അറിയുന്നത് പന്നി കയറി എല്ലാം കുത്തിയിട്ടു എന്നുള്ളത്. വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഈ നട്ടതൊക്കെ വലുതായി കിട്ടുവോ ആവും. അവരവിടെ നിന്ന സമയം കൊണ്ട് എനിക്ക് കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. അങ്ങനെ തുണിയൊക്കെ അലക്കി. മുറ്റത്തിടാൻ പറ്റില്ലല്ലോ, മഴയല്ലേ. നമ്മുടെ അടുക്കള വശത്തോട് ചേർന്ന് ഇങ്ങനെ ഒരു ഷെഡുണ്ട്. ആ ഷെഡിലോട്ടെല്ലാം കൂടെ അങ്ങ് വിരിച്ചിട്ടു. ഷെഡ് ഇതുകൊണ്ടൊന്നും തീരുന്നില്ല, അങ്ങോട്ടുണ്ട് കേട്ടോ. ഇനി അയയില്ല ഗായ്സ്. എല്ലാ തുണി അലക്കി നിരത്തിയിട്ടിട്ടുണ്ട്. കുറേ അധികം തുണി അകത്തുമുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ രാവിലെ കഴിക്കാറില്ല. അതുകൊണ്ട് ചായ ഉണ്ടാക്കാം. പാലങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള പുലാവ് ഇതാ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നു. പാൽ അവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോഴത്തേനും മുട്ടയൊക്കെ ഒന്ന് പൊളിച്ചെടുത്തു. പിന്നെ ചക്കക്കുരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി. പിന്നെ കുറച്ച് ചോറുണ്ട്. കുഞ്ഞ് ഈ പുലാവൊന്നും കഴിക്കില്ല, കുഞ്ഞിന് ചോറാണ് വേണ്ടത്. അപ്പോൾ അപ്പോഴത്തേനും നമ്മുടെ പാലൊക്കെ തിളച്ചു. അങ്ങനെ തേയിലയും പഞ്ചസാരയൊക്കെ ഇട്ട് ചായയൊക്കെ അടിച്ചെടുത്തു. പിന്നെ നമ്മുടെ കുഞ്ഞ് രാവിലെ ഒന്നും കഴിച്ചില്ല, ലേറ്റായിട്ട് എഴുന്നേറ്റ്. അതുകൊണ്ട് കുറച്ച് ചോറും പിന്നെ കഴിക്കാനുള്ള സ്നാക്സും വെള്ളമൊക്കെ എടുത്തു വെച്ചു. അങ്ങനെ നമ്മൾ കുളിയും ഒരുക്കമൊക്കെ കഴിഞ്ഞ് റോഡിൽ കയറിയിട്ടുണ്ട്. കുഞ്ഞിതേ അമ്മയുടെ കയ്യിലിരിക്കുന്നു. മോനുചേട്ടൻ്റെ കാറ് തിരിക്കാൻ തുടങ്ങുവാണ്. അങ്ങനെ നമ്മൾ വണ്ടിയെ കയറി. പുറകിൽ ചർച്ചിലെ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയോട് രാവിലെ പന്നി കയറിയ കഥയൊക്കെ അമ്മ പറയുവാണ്. പന്നിയുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ ദാ ചാടി പോകുന്ന 2 മ്ലാവ്. നമ്മുടെ നാട് മൃഗങ്ങളുടെ ഒരു ആവാസ കേന്ദ്രമാണ്. വീട്ടിൽ നിന്നൊന്നും കഴിക്കാൻ കൊടുക്കാഞ്ഞത് കൊണ്ട് പള്ളി വന്നിരുന്ന് കുഞ്ഞ് ചോറൊക്കെ കഴിച്ചു. എന്നിട്ടാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് കയറിയത്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പം ഒരു ചെറിയ മഴയൊക്കെ ചാറി. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ മഴയെ നോക്കി നിൽക്കുകയാണ്. വെളിയിലോട്ടിറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പനും മോളും കൂടെ കാറിനകത്ത് കയറിയിരിക്കുക. എന്തുവാ പരിപാടി എന്ന് കാണണ്ടേ? അപ്പനെ സോപ്പിട്ട് ഫോണ് കാണുക. ഇവിടെ എന്താ ഇവിടെ? എൻ്റെ മുട്ട അടിച്ചു മാറ്റുക. ഞാനാ മുട്ട? അത് എന്റെ ഇങ്ങോട്ട് തരാൻ ആണോ? എന്റെ ഫുഡ് കഴിപ്പും കഴിഞ്ഞ് 2 കൂടെ അതേ കളി തുടങ്ങി.
കുറേ നേരം കളിച്ചിട്ട് പിന്നെ കിടന്നങ്ങ് ഉറങ്ങി. ആ ഉറക്കം എഴുന്നേറ്റപ്പോൾ 6 മണിയായി. 4 മണിക്ക് കുടിക്കേണ്ട കാപ്പിയാ. മഴയായതുകൊണ്ട് ഞങ്ങളെല്ലാം കിടന്നങ്ങ് ഉറങ്ങി. 6 മണിക്ക് കാപ്പി കുടിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു കാപ്പിയൊക്കെ ഇട്ടങ്ങ് കുടിക്കാം അല്ലേ. കാപ്പിയൊക്കെ ഇട്ട് കൊണ്ടു ചെന്നപ്പോൾ കുഞ്ഞ് അപ്പോഴും ഉറക്കമാണ്. പപ്പ അതേ ഫോണിൽ കളി. കാപ്പി അങ്ങോട്ട് കൊണ്ടുവച്ചു. കാപ്പിയൊക്കെ കുടിച്ച് പിന്നെയും കുറേ നേരം അവിടെ അങ്ങ് കിടന്നു. ഇന്ന് നമ്മുടെ അത്താഴത്തിന് സ്പെഷ്യലായിട്ട് കഞ്ഞിയും പയറുമാണ് കേട്ടോ. കഞ്ഞി ഇതേ വെന്തുകൊണ്ടിരിക്കുന്നു. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് വിറകൊന്നും ഉണങ്ങുന്നില്ല. വിറകൊക്കെ നമ്മൾ പുറകിൽ ഇതേ അടുക്കി വെച്ചിട്ടുണ്ട്. പയറൊക്കെ വെന്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പയറുതോരനൊക്കെ വെച്ച് നമ്മൾ കഞ്ഞി കുടിക്കുവാണ്. കഞ്ഞികുടിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ ഒന്ന് ദേഹമൊക്കെ ഒന്ന് കഴുകി ഡ്രസ്സൊക്കെ മാറ്റി. ഇന്ന് ഉറങ്ങുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. കുറച്ചു നേരം ഞങ്ങളുടെ അടുത്തിരുന്നിട്ട് നേരെ അപ്പുറത്ത് അമ്മയുടെ അടുത്തോട്ട് പോയിട്ടുണ്ട്. കുഞ്ഞ് വീഡിയോ എടുക്കുന്നോണ്ടാണ് കെട്ടിയാനൊരു മൈൻഡ് ഇല്ലാത്ത. അമ്മയുടെ അടുത്ത് എന്ന് കട്ടിലേ കിടന്ന് മറിയുക. അമ്മയെ ഉറക്കത്തില്ല, ഞങ്ങളെ ഉറക്കത്തില്ലെന്ന് ശപഥം ചെയ്തിട്ടുണ്ട്. അമ്മയുടെ അടുത്തൊന്ന് കളിയൊക്കെ അവസാനിപ്പിച്ച് നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. കളിപ്പാട്ടമൊക്കെ എറിഞ്ഞ് പപ്പായെ ഉണർത്താനുള്ള പരിപാടിയാണ്. കുഞ്ഞിനി എപ്പോൾ ഉറങ്ങുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇനിയും കുഞ്ഞ് ഉറങ്ങിയിട്ട് വേണം നമുക്കും ഉറങ്ങാൻ. അതുവരെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. പപ്പ ഉറങ്ങാന്നൊക്കെ ഓർത്ത് കിടക്കുവാണ്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ അവൾ ഉണർത്തും. ഞായറാഴ്ച ആയതുകൊണ്ട് മോനിച്ചേട്ടന് കുറേ പണിയുണ്ടായിരുന്നു. കാറൊക്കെ തോട്ടി കൊണ്ടുപോയി കഴുകണം, വിറക് കീറണം. മഴയായതുകൊണ്ട് ഇതൊന്നും നടന്നില്ല. തോട്ടിലൊക്കെ പോകുന്ന വീഡിയോയും കൂടി ഇതിൽ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. മഴയെല്ലാം നശിപ്പിച്ചു. കുഞ്ഞെന്തായാലും ഉറങ്ങുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒരു ഞായറാഴ്ച. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഗുഡ് നൈറ്റ്.